ഒരു വീട് ദീർഘകാലം നിലനിൽക്കുവാൻ 2 സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് കരുതുക. ഒന്ന്, വീട് നന്നായി പരിപാലിക്കൽ, ഡാമേജ് വരാതിരിക്കുവാൻ. 2, കേടായി കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണി ചെയ്യൽ. ഈ 2 സംരക്ഷണ മാർഗങ്ങളിലൂടെ നമുക്ക് വീടിനെ ദീർഘകാലം സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കും. പുതിയ കാലത്ത് സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വീടിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഉദാഹരണം നിങ്ങൾക്ക് സഹായകരമാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നമുക്ക് ഭാഷി ചർച്ചയിലേക്ക് പോകാം. നമസ്കാരം. ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷഃ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാന ഭാഗത്ത് സർവാംഗസുന്ദരകാരൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നാണ് ആദ്യം തന്നെ ആചാര്യൻ ചർച്ച ചെയ്യുന്നത്. അസ്മിൻ ശാസ്ത്രേ ആയുഹു പാലനപ്രകൃതം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ആചാര്യൻ എടുത്തു പറയുന്നത്? കാരണം ഈ ശാസ്ത്രത്തിൽ പല വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദ്രവ്യഗുണം, ദ്രവ്യത്തെ സംബന്ധിക്കുന്ന വിജ്ഞാനമുണ്ട്. രോഗത്തെ സംബന്ധിക്കുന്ന വിജ്ഞാനം പറഞ്ഞിട്ടുണ്ട്. ഔഷധ നിർമ്മാണത്തെ കുറിച്ചുള്ള വിജ്ഞാനം പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ കേന്ദ്ര ലക്ഷ്യവും കേന്ദ്ര വിഷയവും ആയുസ്സിൻ്റെ സംരക്ഷണമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരൻ 2 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ ശാസ്ത്രത്തിൻ്റെ സ്കോപ്പ്. മറ്റൊന്ന്, ഈ ശാസ്ത്രത്തിൻ്റെ ഒബ്ജക്റ്റീവ്. ശാസ്ത്രത്തിൻ്റെ പരിധിയും ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമാണ് ഭാഷ്യകാരൻ ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ആയുഹു പാലനം എന്ന വാക്കിലൂടെ. ആയുസ്സിൻ്റെ സംരക്ഷണ മാർഗങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന് സ്വസ്ഥവൃത്തവും മറ്റൊന്ന് ആതുരവൃത്തവും. സ്വസ്ഥവൃത്തം നമുക്കറിയാം, ആരോഗ്യവാനായ ഒരാളുടെ ജീവിതക്രമമാണ്. ആതുരവൃത്തമാകട്ടെ രോഗം ബാധിച്ച ഒരാളുടെ ചികിത്സാക്രമമാണ്. ഇതിൽ സ്വസ്ഥവൃത്തമാണ് ആചാര്യൻ ആദ്യം തന്നെ വിശദീകരിക്കുവാൻ തയ്യാറാവുന്നത്. അതിനുശേഷമാണ് ആതുരവൃത്തം വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വസ്ഥവൃത്തത്തെ ആദ്യം തന്നെ വാഗ്ഭടൻ വിശദീകരിക്കുവാൻ തയ്യാറായത്? എന്തൊക്കെയാണ് സർവാംഗസുന്ദരകാരൻ അവിടെ നടത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ചർച്ചകൾ? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.